ധർമ്മദേവം പ്രസാദിച്ചേ കുളിർക്കൂ തറവാടുകൾ, എന്തു ചെയ്തിതു മുൻപുള്ളോരെന്നറിഞ്ഞിതു ചെയ്യുക. അങ്ങനെ വീണ്ടും ഒരു അഷ്ടബന്ധ നവീകരണ കലശവും പ്രതിഷ്ഠാദിന മഹോത്സവവും കൂടി വന്നെത്തിയിരിക്കുകയാണ്. ദേവി കടാക്ഷത്തെ ഭക്തനിലേക്കും സമാജത്തിലേക്കും സമന്വയിപ്പിക്കുന്ന മാധ്യമോപാധിയാണ് അഷ്ടബന്ധം. അഷ്ടബന്ധം നിർമ്മിച്ചാൽ ക്ഷേത്രാധിഷ്ഠിതമായ ദേവതാനുഗ്രഹം ഭക്തന്മാർക്ക് ലഭിക്കുകയില്ല. ഈ ന്യൂനതയുടെ പരിഹാരമായിട്ടാണ് ഒരു വ്യാഴവട്ടക്കാലം പൂർത്തിയാകുമ്പോൾ ക്ഷേത്രങ്ങളിൽ അഷ്ടബന്ധ കലശം വിധിച്ചിട്ടുള്ളത്. താമ്പൂല പ്രശ്ന വിധി പ്രകാരമുള്ള ശാന്തികവും പൗഷ്കവുമായ ക്രിയകളാണ് അഷ്ടബന്ധ നവീകരണ കലശത്തോടൊപ്പം നടക്കുന്നത്. ഭക്താനാം സന്നിധാനസ്യ ഭവേത് ക്ഷേത്രസ്യ വർധനം, ഭക്തരുടെ സാന്നിധ്യം കൊണ്ട് ക്ഷേത്രം വളരുന്നു എന്ന ഗുരുവാക്യത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് നമ്മുടെ പരദേവതയായ മടത്തിപ്പറമ്പ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ 2025 ഏപ്രിൽ 3-ാം തീയതി മുതൽ 6-ാം തീയതി വരെ നടന്ന അഷ്ടബന്ധ നവീകരണ കലശത്തെയും പ്രതിഷ്ഠാദിന മഹോത്സവത്തെയും അനുബന്ധ ചടങ്ങുകളെയും പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യ ദിനമായ ഏപ്രിൽ 3-ന് പുലർച്ചെ 6 മണിക്ക് ഗണപതി ഹോമത്തോടൊപ്പം ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് ആചാര്യവർണം നടന്നു. പുരാണ പാരായണം, ത്രികാല ഭഗവതി സേവ, പരിഹാര ഹോമങ്ങൾ, മൃത്യുഞ്ജയ ഹോമം, പായസഹോമം തുടങ്ങി അനവധി ചടങ്ങുകൾ. വൈകിട്ട് മൂലസ്ഥാനത്ത് സർപ്പബലി ഉണ്ടായിരുന്നു. സർപ്പങ്ങൾ ശപിച്ചതായി വിശ്വസിക്കപ്പെടുന്നവരെ ആ ശാപത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനും കുടുംബം അനുഭവിക്കുന്ന ദോഷങ്ങൾ, നാഗദോഷം, പുത്രദോഷം, സന്തതിദോഷം, സാമ്പത്തിക പ്രശ്നങ്ങൾ, പിതൃദോഷം എന്നീ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് സർപ്പബലി നടത്തുന്നത്. രണ്ടാം ദിവസമായ ഏപ്രിൽ 4-ന് ത്രികാല ഭഗവതി സേവയും വാസ്തുബലിയും പ്രേതവേർപാടും നടക്കുകയുണ്ടായി. ദേവിയെ ഒരേ ദിവസം, അതായത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം 3 പ്രാവശ്യം പൂർണ്ണ പൂജാരീതിയോടെ ആത്മാർത്ഥമായി ആരാധിക്കുന്നതാണ് ത്രികാല ഭഗവതി സേവ. വാസ്തുബലി എന്നത് ഭൂമിയിൽ സ്ഥിരതയും ശുദ്ധിയും നിലനിൽക്കാൻ ദേവതകൾക്കും ഭൂതഗണങ്ങൾക്കും സമർപ്പിക്കുന്ന പൂജയാണ്. പ്രേതവേർപാട് തന്ത്രപരമായ പൂജാനുഷ്ഠാനങ്ങളിൽ ഉൾപ്പെട്ട ഒരു വിശേഷ ചടങ്ങാണ്. ഇത് ആത്മാവിൻ്റെ അനിശ്ചിതത്വം, അനുഷ്ഠാനങ്ങളില്ലാതെ നടന്ന സംസ്കാരങ്ങൾ, ചില താന്ത്രിക പ്രതിബന്ധങ്ങൾ എന്നിവയ്ക്ക് പരിഹാരമായിട്ടാണ് നടത്തുന്നത്. പ്രേതം എന്ന് പറഞ്ഞാൽ ശരീരമൊഴിഞ്ഞ് അധികകാലം ഭൂലോകത്തിൽ തടഞ്ഞു പോകുന്ന ആത്മാവാണ്. ഇവരുടെ ശാന്തിയില്ലായ്മ പലർക്കും ശാരീരിക അസ്വസ്ഥത, മനോഭംഗം, ദാരിദ്ര്യം, ആഴത്തിലുള്ള ഭീതി സ്വപ്നങ്ങൾ, കുടുംബത്തിൽ തുടർച്ചയായ പ്രശ്നങ്ങൾ. പലപ്പോഴും ഇതിനൊക്കെ കാരണം ഒരു അതൃപ്ത പ്രേതാത്മാവാണെന്ന വിശ്വാസമുണ്ട്. ഇതിനുള്ള പരിഹാര ക്രിയയാണ് പ്രേതവേർപാട്. 3-ാം ദിവസം ക്ഷേത്രത്തിൽ ഉഷപൂജ, ചതുശുദ്ധി, ധാര, പഞ്ചഗവ്യം, അഭിഷേകങ്ങൾ, തിലഹോമം, സായുജ്യ പൂജ, ബിംബശുദ്ധി ക്രിയകൾ, കലശപൂജകൾ, കലശാധിവാസം എന്നീ ക്രിയകൾ നടന്നു. കലശാധിവാസം എന്നത് തന്ത്രിപരമായി മന്ത്രങ്ങളാൽ ദേവതയെ കലശത്തിൽ ആവാഹിക്കുന്നു. പിന്നീട് ആ കലശം മുഖ്യ വിഗ്രഹത്തിന് അഭിഷേകത്തിന് ഉപയോഗിക്കും. അങ്ങനെ ദേവിയുടെ പിറന്നാൾ ദിനമായ മീനമാസത്തിലെ പൂയം നാളിൽ അധിവാസം വിടർത്തി പൂജ, ക്ഷേത്രത്തിൽ പരികലശമാടി, ഉഷപൂജ, ജീർണാഷ്ടബന്ധ പരിത്യാഗം, അഷ്ടബന്ധന്യാസം, ബ്രഹ്മകലശാഭിഷേകം തുടങ്ങിയ ചടങ്ങുകൾക്ക് ശേഷം സുകൃതഹോമം നടക്കുകയുണ്ടായി. മംഗളപ്രദമായ അനുഭവങ്ങൾക്കും ആശീർവാദങ്ങൾക്കുമുള്ള ഹോമമാണ് സുകൃതഹോമം. നല്ല ഫലങ്ങൾ നൽകുന്ന ഹോമം എന്നർത്ഥം. അന്നേ ദിവസം ദേവിക്ക് അഭിഷേകം നടക്കുന്ന സമയത്ത് അമ്പലത്തിന് മുകളിൽ ദേവദൂതനായ കൃഷ്ണപരുന്ത് വട്ടമിട്ട് പറന്നത് ദൈവാനുഗ്രഹത്തെ അടയാളപ്പെടുത്തുന്നു. തുടർന്ന്
ഭിക്ഷാവന്ദനം എന്ന ചടങ്ങായിരുന്നു. സന്യാസി ശ്രേഷ്ഠനെ ആദരിച്ച് ഭിക്ഷ കൊടുക്കുന്ന ചടങ്ങാണ് ഭിക്ഷാദാനം. സന്യാസിമാരെ വേദശ്രുതനായി ധാർമ്മിക ജീവിതത്തിൻ്റെയും വേദപരമായ മാർഗങ്ങളുടെയും പ്രതീകമായി ആദരിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സന്മനസ്സുള്ള ദാനങ്ങൾ കൊണ്ട് ആത്മീയ ശക്തി പകർന്നു കിട്ടും. സന്യാസിക്ക് ഭക്ഷണ വസ്തുക്കൾ, വസ്ത്രം, കാശ്, കമ്പളം എന്നിവ നൽകി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങുന്ന ചടങ്ങാണ് ഭിക്ഷാവന്ദനം. അങ്ങനെ ദേവിയുടെ പിറന്നാൾ സദ്യയോടുകൂടി അമൃത ഭോജനത്തോടുകൂടി പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് പരിസമാപ്തിയായി. ഈ വീഡിയോ വരും വർഷങ്ങളിൽ കൂടുതൽ ഭക്തജനങ്ങൾക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരു പ്രചോദനമാകട്ടെ.